അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഓയിലാണ്. ഒരു അല്പം ഓയിൽ നമുക്ക് ഒരു ഫ്രൈങ് പാനിൽ എടുത്ത് ഒഴിക്കാം. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കുന്ന നമ്മുടെ സബോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇതിലേക്ക് അല്പം ഗരം മസാല ആഡ് ചെയ്യാം. ഒരല്പം മതി, ഒരുപാട് വേണം, ഒരല്പം. അതോടൊപ്പം തന്നെ ഒരല്പം മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഒന്ന് കളർ, ആ ഫ്ലേവർ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമുക്കൊരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും ഞാനിവിടെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ എഗ്ഗ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് സാവധാനം നമുക്ക് ഒഴിക്കാം. എഗ്ഗ് മൊത്തമായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ എഗ്ഗ് വേണമെന്നൊന്നുമില്ല, ഒരു മീഡിയം എഗ്ഗ് മതി. അതിനുശേഷം ഇതൊന്നുകൂടെ ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഹീറ്റ് വെരി ലോ മാത്രമേ കൊടുക്കാവുള്ളൂ. കാരണം സാവധാനം വേണം ഇത് കുക്കായി എടുക്കാൻ വേണ്ടി. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ മസാലയുടെ ഒക്കെ ആ കുത്തൽ പോകുള്ളൂ. അതുകൊണ്ട് ഹീറ്റ് വളരെ ലോ ആയിട്ട് ഇടുക. ഈ പോർഷൻ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. എഗ്ഗ് ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സബോള ഇതെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്, പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം സാധാരണ നമ്മുടെ ഒരു ബ്രെഡ് എടുക്കാം. അതിനുശേഷം ഈ ബ്രെഡിൻ്റെ 4 പോർഷൻ നമുക്കത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചപ്പാത്തി പരത്തുന്ന ഇത് വെച്ച് ശരിക്കും ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് പോലെ നമുക്ക് കിട്ടും. അതായത് നേരത്തെ ഒരു ബ്രെഡിൻ്റെ ഒരു പീസ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ശരിക്കും നമ്മൾ പരത്തി കഴിഞ്ഞാൽ ശരിക്കും തിന്നായി. നേരത്തെ ബ്രെഡിൻ്റെ കട്ടി നമുക്കറിയാം, ഇപ്പം അതിൻ്റെ പകുതി പോലും കട്ടി ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉണ്ടാക്കിയേക്കുന്ന ഈ സ്റ്റഫ് ജസ്റ്റ് കുറച്ചെടുത്ത് ഈ സെൻറ്ററിൽ ഏകദേശം ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ആ റേഞ്ച് നമ്മുടെ ഈ ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഞാനപ്പോൾ ഇത്രത്തോളം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരല്പം പച്ചവെള്ളമാണ്. സാധാരണ നമ്മുടെ പച്ചവെള്ളം ഇതിൻ്റെ 4 സൈഡും ഒന്ന് ജസ്റ്റ് ഒരു പച്ചവെള്ളം നമ്മളൊന്ന് വെക്കുകയാണ്. ഇതിൻ്റെ 4 സൈഡും കൈ കൊണ്ട് വെക്കുമോ അതല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് വെക്കുമോ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ചു എന്ന് മാത്രം, ബ്രഷ് ഉപയോഗിച്ചാലും മതി. കാരണം ഒരല്പം നനവ് കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ഇത് ശരിക്കും ഇതേപടി അങ്ങ് ഒന്ന് മടക്കിയെടുക്കാം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഈ 4 മൂലയും നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചേക്കുന്നില്ല ആ മൂല ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഈ ഫ്രണ്ടും കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അതോടൊപ്പം വേണമെങ്കിൽ നമുക്കൊരു ഫോർക്ക് എടുക്കാം. ഇങ്ങനെ ഇത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ക്ലോസ് ആയിക്കോളും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡിസൈൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ശരിക്കും സീലാകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ മറുവശം കൂടി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 2 വശം ഒരേപോലെ ഡിസൈനും കിട്ടും, ശരിക്ക് സീലാകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 1-2 വേണം നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഈ 3 ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയ ശേഷം ഈ സൈഡ് ശരിക്ക് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല ശരിക്ക് സീൽ ചെയ്യുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു എഗ്ഗ് ശരിക്ക് ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് ഞാനത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പരന്ന പ്ലേറ്റ് ഞാൻ മനഃപൂർവ്വം എടുത്തിരിക്കുന്നതാണ്. അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ പരന്ന പ്ലേറ്റിൽ ഇങ്ങനെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്തേക്കുന്നത്.
അതോടൊപ്പം തന്നെ മറ്റൊരു പ്ലേറ്റിൽ ഒരല്പം ബ്രെഡ് ക്രംസ് കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അല്പം ബ്രെഡ് ക്രംസ് കൂടെ നമുക്കിടാം. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ബ്രെഡ് ക്രംസ് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബ്രെഡ് എടുക്കുക, അത് ശരിക്കും മിക്സിക്കകത്തോട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അരച്ചല്ല, പൊടിച്ചെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഡ്രൈ ആയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് കിട്ടും. ഇതാ ഞാനിവിടെ ചെയ്യുന്ന നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു ബ്രെഡ് ഇതേപോലെ തന്നെ ആദ്യം നമ്മുടെ ഈ ഒരു എഗ്ഗിലേക്ക് ഒന്ന് ശരിക്ക് ഒന്ന് മുക്കി, അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. രണ്ട് സൈഡ് ശരിക്കും ഒന്ന് മെൽറ്റാക്കാം, ശരിക്കൊന്ന് മുക്കിയെടുക്കാം. ഇപ്പം ശരിക്കായിട്ടുണ്ട്. ഇനി നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. അവിടെ ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ബ്രെഡ് ക്രംസ് ശരിക്ക് ഒന്ന് മൂടാം. ഇതുപോലെ ബാക്കി രണ്ടെണ്ണം കൂടി നമുക്ക് വെക്കാം. വളരെ ഈസി ആയിട്ട് ആർക്കായാലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത്. നമുക്ക് ഒരു പാൻ എടുക്കാം, അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം. കാരണം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ആ സാധനം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ജസ്റ്റ് ഒരുപാട് മതി, ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ചൂടായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഈ ബ്രെഡിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കിതിലേക്ക് സാവധാനം വെച്ച ശേഷം ഒരു മീഡിയം ഹീറ്റ് കൊടുത്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഈ 3 മിനിറ്റുണ്ട് ഒരു മീഡിയം ഹീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ സൈഡ് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടും. അതിനുശേഷം നമുക്കിത് ഒന്ന് മറിച്ചിടാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് മറിച്ചിടാം. ഞാൻ ഓൾറെഡി മറിച്ചിട്ടുണ്ട്. സ്ലൈസ്ലി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരും. അപ്പോൾ സാവധാനം ഇതും ഇതുപോലെ തന്നെ മീഡിയം ഹീറ്റ് അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ശരിക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്, ശരിക്കും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടാകും. ഓക്കെ, നമുക്കിനിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയാണ്, ചൂടുണ്ട്.